പ്ലീസ് അത് കേറരുത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പേപ്പറാണ്. ഞങ്ങളുടെ മാഡം തന്നയച്ചതാണ്. കഴുതേ, ഇവരോട് എന്തിനാ പറഞ്ഞത്? ഈ പേപ്പർ ഇനി ഇവർ നമുക്ക് തരികയേ ഇല്ല. തീർച്ചയായും തരാം. ഈ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്റെ പുറകെ ഓടി വന്നോളൂ. കേറിക്കോ വേഗം. എന്നെ കണ്ടിട്ട് എന്തിനാ പേടിക്കുന്നത്? ഞാൻ ദേ പോയി കഴിഞ്ഞു. ജോർദാർ വേഗം, പേപ്പർ കിട്ടിയേ മതിയാവൂ. സംശയമുണ്ടോ? സോർദാർ വേഗത്തിൽ ഓടിക്ക്. പോയി. അടുത്ത പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് മേഡത്തിന്റെ ഓഫീസിലെത്തണം. സംശയമുണ്ടോ? കണ്ടോ, ഇതാ നമ്മൾ പുതിയതായിട്ടൊന്ന് വാങ്ങിക്കഴിഞ്ഞു. നിങ്ങൾ എന്താടാ ഞങ്ങളെ മണ്ടന്മാരാക്കാന്ന് കരുതിയോ? മര്യാദക്ക് പേപ്പർ നന്നേക്ക. ഇത് അത്ര പെട്ടെന്ന് നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. ഇവരാരായിരുന്നാലും ഇന്ന് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടേ പോവും. വേണ്ട ഹണി, നമുക്ക് അതിനൊന്നുള്ള സമയമില്ല. നമുക്ക് പേപ്പർ അങ്ങ് കൊടുത്തേക്കാം. ഈ പേപ്പർ കാരണമാണ് എനിക്ക് സിഗ്നലിൽ വെച്ച് പണി കിട്ടിയത്. ഇപ്പോൾ എല്ലാം സമമായി കഴിഞ്ഞു. നീ എന്താണ് ഈ കാണിച്ചത്? ഹലോ മിസ്സസ് കപൂർ, ഹൗ ആർ യു? ഇന്ന് വളരെ അത്യാവശ്യമാണോ? ഓ ഇല്ല ഇല്ല, ഒരു പ്രോബ്ലം ഇല്ല. ഇന്ന് വളരെ അത്യാവശ്യമാണോ? ഓ നോ, ഞാനത് മറന്നു പോയല്ലോ. എന്തു പറ്റി മാഡം? എനിക്ക് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ഓഫീസിലേക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. മിസ്സസ് കപൂർ ഇപ്പോൾ വീട്ടിലേക്ക് വരാൻ പോവുകയാണ്. മാഡം, നിങ്ങൾ ഈ പേപ്പർ ഓഫീസിലേക്ക് എത്തിച്ചോളൂ. അവരെ ഞങ്ങൾ നന്നായിട്ട് നോക്കിക്കോളാം. ഹണി, അതിഥിയാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നത്. അവൾ ഇന്ന് മാത്രമേ ഈ സിറ്റിയിൽ ഉണ്ടാവുകയുള്ളൂ. രാത്രി തിരിച്ചു പോവുകയും ചെയ്യും. എങ്കിൽ പേപ്പേഴ്സ് ഞങ്ങൾ കൊണ്ടെത്തിക്കാം. അതെന്തായാലും നന്നായി. നിങ്ങൾ 4 പേരും ഓഫീസിലേക്ക് പോ. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ പച്ചക്കറി വാങ്ങിച്ചോണ്ട് വരണം. ഓക്കേ മാഡം. ഇതാ, എന്നാ നിങ്ങൾ സൂക്ഷിച്ചു പോണം, കേട്ടല്ലോ? ഓക്കേ മാഡം. ജോർദാറേ, അത് ഫയലാണ്, അല്ലാതെ നോട്ട് കെട്ടൊന്നും അല്ല. ഇത് ഇമ്പോർട്ടന്റ് പേപ്പേഴ്സ് ആണ്. ഇത് ചീത്തയാക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി, ഇത് മുഴുവൻ അഴുക്കായല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? ആദ്യം പേപ്പർ പുറത്തെടുക്ക്. സംശയമുണ്ടോ?
താങ്ക് ഗോഡ്, പേപ്പറിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ അവസ്ഥയിൽ നമുക്കിത് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. എൻവലപ്പ് ചീത്തയായിരിക്കുകയാണ്. ഇത് വെള്ളത്തിൽ മുക്കി വൃത്തിയാക്കി എടുക്കാം. കഴുതേ, ഇത് വെള്ളത്തിൽ അങ്ങനെ മുക്കിയെടുത്താലേ അതോടുകൂടി ഇതിന്റെ പണി തീരും, മനസ്സിലായോ? ഇപ്പൊ തന്നെ ഇതിന്റെ പണി തീർന്നിരിക്കുകയല്ലേ? നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. മറ്റൊരു എൻവലപ്പിനകത്താക്കി ഇതിനെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷെ ഇതിന് പകരം മേഡം വേറൊന്നും തന്നില്ലല്ലോ. നമുക്കത് വാങ്ങാവുന്നതേ ഉള്ളൂ. ഇത് ശരിയാ, നമുക്ക് ഷോപ്പിലേക്ക് പോകാം. എടാ പിടിക്കേ, പേപ്പർ ഇതാ കാറ്റിൽ പറന്നു പോകുന്നു. ചമ്മച്ചി, ഓടിക്കോ ഓടിക്കോ. ഈ പേപ്പർ എന്തിനാ ഇങ്ങനെ പറക്കുന്നത്? ഇതിന് ചിറക് വല്ലതും ഉണ്ടോ? എടാ, അത് കാറ്റത്ത് പറക്കുകയാണ്. വെറുതെ സംസാരിച്ച് നിൽക്കാതെ അതിനെ പിടിക്കാൻ നോക്കുക. ഈ വലിയ ഫാനിൽ നിന്നും ഭയങ്കരമായ കാറ്റായിരിക്കും ഉണ്ടാവുന്നേ. ഫാൻ ഓഫ് ചെയ്യടാ, ഞാൻ പറക്കുകയാണ്. കറുത്താ, എല്ലാവരുടെ സുഹൃത്താ, ഞാൻ പറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്ലെയിനും പറക്കും. ഇന്നലെ തന്നെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. മതി ഈ പ്രകടനമെല്ലാം. ഞങ്ങൾക്കും ബുദ്ധിയുണ്ട്. അതുകൊണ്ട് കുന്നിൽ നിന്നല്ല, മൈതാനത്ത് വെച്ചാ പറപ്പിക്കാൻ പോകുന്നേ. ഗുഡ് ലക്ക് ചങ്ങാതി. പറക്കുന്നുണ്ട്, സംശയമുണ്ടോ? ഹണി, നീ എന്തായി ചെയ്യുന്നത്? ഇന്ന് നീ ഹണി എന്ന മെക്കാനിക്കിന്റെ കഴിവ് കണ്ടോടാ. പ്ലെയിൻ തീർച്ചയായും പറഞ്ഞിരിക്കും. നന്ദു, നീ പ്ലെയിൻ സ്റ്റാർട്ട് ചെയ്യേ. നീ എന്തായി ചെയ്യുന്നത്? ഞാൻ ഈ പ്ലെയിനിന്റെ പുറകില് ഒരുപാട് റോക്കറ്റുകൾ കെട്ടിവെച്ചിട്ടുണ്ട്. ദീപാവലിക്ക് റോക്കറ്റ് പറക്കുമെങ്കിൽ ഈ പ്ലെയിനും പറക്കും. കണ്ടോ, പറന്നില്ലേ? നമ്മൾ തറയിലിരിക്കാൻ പോവാ. Get set go. ഏയ്, എന്റെ കൊച്ചിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. നിനക്ക് കാണിച്ചു തരാം. എന്റെ ഭർത്താവ് ബോക്സറാണെന്ന് അറിയാലോ. സുനാമി വന്നപ്പോൾ ആരെങ്കിലും അത് നിർത്തിയോ? നീ കോമ്പറ്റീഷനിലെ സെലക്ടർ കം ജഡ്ജിനെ കുത്തിയോ? കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ?
എന്നെ കൊണ്ട് സാധിക്കില്ല. സാധിക്കും. നാളെയാണ് കോമ്പറ്റീഷൻ. ഇന്ന് രാത്രി ഞാൻ നിന്നെ പഠിപ്പിക്കാം. നിന്നെ കൊണ്ടാണെങ്കിലും അമ്പ് പൊക്കാനും പറ്റില്ല. ഈ കളിയുടെ നിയമം എന്താന്ന് വെച്ചാൽ അർജുൻ നോക്കും പോലെ മീനിന്റെ കണ്ണ് മാത്രമേ കാണാൻ പാടുള്ളൂ. ഔ, അതിന് മീനിന്റെ കണ്ണ് ഇവിടെ എവിടെയാ ഉള്ളേ? ഞാൻ പറഞ്ഞത് ടാർഗറ്റാണ്. അമ്പിനെ വിരൽ വച്ചിട്ട് കാത് വരെ വലിക്ക്. തൊട്ടടുത്തുണ്ടെങ്കിലും അതിനെ ശ്രദ്ധിക്കാൻ പാടില്ല. ഒരു ശബ്ദവും കേൾക്കരുത്. കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇപ്പൊ അമ്പ് വിടൂ. ഇവിടെ വന്ന് നിൽക്കുന്ന ജനങ്ങളുടെ പണി മുടങ്ങും. അല്പനേരത്തിനുള്ളിൽ ആർച്ചറി കോമ്പറ്റീഷൻ തുടങ്ങും. അടികൈ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞാൻ ഇതുവരെ ഒരു കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ടില്ല. ഇതെങ്കിലും ഞാൻ ജയിച്ചോട്ടെ. നിങ്ങൾ മാറ്റി മാറ്റി അമ്പ് ചെയ്താൽ മതി, മനസ്സിലായോ? അടുത്ത കോമ്പറ്റീറ്റർ ബോബി ഇതാ വന്നു കഴിഞ്ഞു. അടുത്ത മത്സരാർത്ഥി ബോബി ഇതാ എത്തിക്കഴിഞ്ഞു. അടികൈ. എന്റെ ഭർത്താവ് ബോക്സറാണ്. അതുകൊണ്ട് എന്താ കാര്യമുള്ളത്? ഇത് ആർച്ചറി കോമ്പറ്റീഷൻ ആണ്. സണ്ണി, ഇങ്ങോട്ട് വരൂ. ഇവിടെ വന്നിട്ട് അമ്പ ചെയ്യൂ. എനിക്ക് നിന്നിൽ നല്ല വിശ്വാസമുണ്ട്. നീ അത് സംരക്ഷിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ പൊക്കിയെടുത്തോണ്ട് പോയി റെയിൽവേ ട്രാക്കിൽ ഇട്ട് കളയും. ആഹാ, സണ്ണിയുടെ ഉന്നം ഒരിക്കലും തെറ്റാറില്ല. കണ്ടല്ലോ, ട്രോഫി തരൂ. ജയിച്ചത് ഞാനാ. എന്റെ മുട്ട തറ, എന്റെ മുട്ട തരാൻ, എന്റെ കുഞ്ഞുങ്ങളെ തിരിച്ചു തറ, തരാൻ തരാൻ. ഓടുന്ന ട്രെയിൻ ആരോ പിടിച്ചു നിർത്തുന്നു. മുഴുവൻ കവിത കേൾക്കാതെ ജനം കൈയടിക്കുന്നു. സെലക്ടഡ്. അടുത്ത സോർദാർ. ഇത് മോശമല്ലല്ലോ. ഇങ്ങോട്ട് വരൂ. മുഴുവൻ കേൾക്കൂ. ഇത് മോശമല്ല, വളരെ മോശമാണ്. മനസ്സിലായല്ലോ? ഇനി ഒരാളെ കൂടെ തിരഞ്ഞെടുക്കാൻ ബാക്കിയുള്ളൂ. ഇപ്പൊ കർത്ത വരും. ജോർദാർ കർത്ത, നിങ്ങൾ ആരാണ് ബെസ്റ്റ്? അയാളായിരിക്കും നാലാമത്തെ മത്സരാർത്ഥി. ID പ്രൂഫിൽ പ്രധാനമായത് ആധാറാണ്. നാലാമതായി സെലക്ട് ആയത് ജോർദാറാണ്. അടികൈ. കർത്ത, പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ നീയും കോമ്പറ്റീഷനിൽ സെലക്ട് ആയനെ.
ഇത് കൊള്ളാമല്ലോ ഹണി. ഇനി എന്റെ ഒന്ന് കണ്ടു നോക്ക്. ഹേയ്, എന്റെ പ്ലെയിൻ ജയിച്ചിരിക്കുന്നു. സംശയമുണ്ടോ? കൊള്ളാം പോപ്പട്ട്. വലിയളിയ വലിയളിയന്റെ പ്ലെയിനോ? എന്റെ പ്ലെയിനോ? ദേ കണ്ടോ. അണി, നിന്റെ പ്ലെയിൻ പറക്കുന്നത് കുറവാ, കൂടുതലും ക്രാഷ് ഉണ്ടാകുന്ന ഇവന് സംശയമുണ്ടോ? കറക്റ്റ് ആയിട്ട് പ്ലെയിൻ ഉണ്ടാക്കാനൊന്നും അറിയില്ല. ദേ എന്റെ പ്ലെയിൻ ഒന്ന് കണ്ടേ. റൗണ്ട് ദ ഹൗസ് 8 സെക്കൻഡ്സ്. വരൂ, ലഞ്ചിനുള്ള സമയമായി കഴിഞ്ഞു. ഇല്ല, എന്റെ പ്ലെയിൻ പറക്കുന്നത് വരെ ഞാൻ ഒന്നും തന്നെ കഴിക്കില്ല. നിങ്ങൾ പോയിക്കോ. ഇന്ന് നിനക്ക് ആഹാരം ഒന്നും മാറ്റി വെക്കണ്ട. സംശയമുണ്ടോ? ഏ? ആ? ഓ. ഓ. ഹേയ്. എന്താണിത്? പ്ലെയിനാണ്. നമ്മൾ രണ്ടുപേരും ഒന്നിച്ചത് പൂർത്തിയാക്കും. എന്നിട്ട് നമ്മൾ ഇതിൽ പറക്കും. നമുക്ക് രണ്ടുപേർക്കും പറക്കാനാണെങ്കിൽ ഈ പ്ലെയിനൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്തായിരുന്നു? പ്ലെയിനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പറക്കാം കഴുതേ. ഏയ്! അവന്മാരല്ലേ പറഞ്ഞത് എന്റെ പ്ലെയിൻ പറക്കില്ലെന്ന്. ഇനി ഞാൻ ശരിക്കുള്ള പ്ലെയിൻ പറപ്പിക്കും. ആ? ഹേയ്! ബണ്ണി, എല്ലാരും കുന്നിന്റെ മുകളിലേക്ക് വരൂ. എന്നിട്ട് കാണൂ എന്റെ പ്ലെയിൻ എങ്ങനെയാ പറക്കുന്നതെന്ന്. ഇതെന്താ? ഞങ്ങളുടെ പ്ലെയിൻ കണ്ടോ ഇതെങ്ങനെയാ പറക്കുന്നതെന്ന്. ഇത് പറക്കുമെന്നാണോ? നിനക്കെന്താ വട്ട് പിടിച്ചോ? ഇത് പറക്കുന്ന പ്ലെയിൻ അല്ല. സംശയമുണ്ടോ? കണ്ടോ പറക്കുന്നുണ്ട്. ഇടപൊട്ട പറക്കുകയല്ല. പോപ്പട്ടെ, നിനക്ക് പറക്കാൻ കഴിയല്ലോ. വേഗം പോയി അത് എടുത്തോണ്ട് വാ. നീ ഞങ്ങളെ ഒരുപാട് ടോട്ടിച്ചു. വേണ്ട പോപ്പട്ട്, കീറിപ്പോകും. പോപ്പട്ട് എങ്ങനെയാ കേറി പോവാ? ഇട കഴുതേ, പോപ്പട്ടല്ല പേപ്പർ കീറിപ്പോന്ന പറഞ്ഞത്. ആ? ഞാൻ പോയൊന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ മാങ്ങ മുഴുവൻ മോഷ്ടിക്കാൻ വന്നിരിക്കുകയാണല്ലേടാ. നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ. നിക്കടാ അവിടെ. ഇനി എങ്ങാനും എന്റെ മാവിന്റെ വീടിന്റെ അയലൊക്കത്ത് വന്നാ നിങ്ങളെ ഞാൻ വെറുതെ അവിടെ ഒന്ന് കരുതണ്ടാ. അതാ പോകുന്നു പേപ്പർ.
എടാ നിങ്ങൾ എന്റെ കച്ചവടം നശിപ്പിച്ചല്ലേടാ. ചേട്ടാ നിക്ക് നിൽക്ക്. പൂച്ച പുറകെ വരുന്നുണ്ടല്ലോ. ഇന്ന് എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ശരി, ഈ പിസ അവർക്ക് കിട്ടാൻ ഞാൻ അനുവദിക്കുകയില്ല. ഹായ്. എവിടേക്കാ പോകുന്നത്? നിൽക്ക് നിൽക്ക് നിൽക്ക്. അപ്പൊ ഇവര് പിസ മോട്ടിക്കാൻ വന്നവരല്ലേ?